നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നുള്ളത്. നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഹൈനോടെക് ജർമ്മനിയുടെ RW42 എന്നുള്ള ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യുന്നത്. ഇതായിട്ട് നമുക്ക് അൺബോക്സിംഗ് വേണ്ടി തന്നുള്ളത് കുവൈത്ത് സിറ്റിയിലെ 999 മൊബൈൽസ് ആണ്. ഷോപ്പിന്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം നോക്കാൻ നമുക്ക് ഹൈനോടെക് ജർമ്മനി കൊടുത്തിട്ടുണ്ട്. HD IPS AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ച് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു മോഡലും ലിമിറ്റഡ് എഡിഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിമിറ്റഡ് എഡിഷൻ എന്നുള്ളത് നമുക്ക് സൈഡിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ട്രാപ്പ് ഇതിൽ ലഭിക്കുന്നു. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു സ്ട്രാപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിലിക്കോണും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നോൺ മെഡിക്കൽ എന്ന കമ്പനി വ്യക്തമായിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാനുള്ളത്. നമുക്കൊരു അത്യാവശ്യം ഹൈറ്റ് തോന്നുന്ന ഒരു ബോക്സ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ലൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സ്മാർട്ട് വാച്ച് എന്നും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചിന്റെ ഈ ബോക്സിനുള്ള എന്തൊക്കെ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ടെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം വലിയൊരു ബോക്സ് ആണ് കേട്ടോ. ബോക്സ് ജസ്റ്റ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഹൈനോടെക് ജർമ്മനി എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു സ്മാർട്ട് വാച്ച് കാണാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതിന്റെ മാറ്റി വെക്കാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഒരു വാച്ച് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നേരെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഹൈനോടെക് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റിക്കറൊക്കെ ഉണ്ട്, മുകളിൽ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ ഈ ഭാഗത്തായിട്ട് ഒരു ബോക്സ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ബോക്സും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബോക്സിൽ നമുക്ക് എന്തൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഞാൻ രണ്ട് സ്ട്രാപ്പ് വരുന്നുണ്ടെന്ന്. അതിലത്തെ ഒരു സ്ട്രാപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈനോടെക് ജർമ്മനിയുടെ ആ ഒരു വാച്ചിന്റെ വാറണ്ടി കാർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു പേപ്പർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ കണ്ണി കുറക്കാനും കൂട്ടാനൊക്കെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി എന്നുള്ളതിന്റെ ആ ഒരു ചെയ്യാനുള്ള ഒരു ടൂൾ കിറ്റ് നമുക്ക് അതിന് കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് ഇതിന്റെ ചാർജർ. അത്യാവശ്യം 1 മീറ്റർ ലെങ്തോട് വരുന്ന ഒരു ചാർജറാണ്. അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ചാർജർ വന്നിട്ടുള്ളത്. ഹൈനോടെക്കിന്റെ ഇതിന് മുമ്പത്തെ വാച്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ രീതിയിലുള്ള ഒരു വയർലെസ് ചാർജർ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമുക്ക് ബോക്സിൽ വന്നുള്ളത്. ഇനി നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു വാച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. വാച്ചിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ക്രൗൺ ബട്ടൺസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലൊന്ന് നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി, മെനു സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി, ഒന്ന് നമുക്ക് സ്പോർട്സ് മോഡ്. ഈ രീതിയിൽ 3 ക്രൗൺ ബട്ടൺ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മുകളിലത്തെ സ്റ്റിക്കർ നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം. ഡിസ്പ്ലേ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. HD IPS AMOLED ആണ് ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് വരുന്നത്. ഇനി സ്റ്റീൽ നോക്കുകയാണെങ്കിൽ സ്റ്റീലിന്റെ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സ്റ്റീൽ കാര്യങ്ങൾ ചെയിൻ നമുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ പുറകുവശത്താണ് ഇതിന്റെ സെൻസേഴ്സ് കാര്യങ്ങൾ, ചാർജ് ചെയ്യാനുള്ള പോയിന്റ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിന്റെ മൈക്ക്, നമുക്ക് സംസാരിക്കാനുള്ള ഫോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വരുന്നതാണ്. മൈക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ടാണ് ഇതിന്റെ സ്പീക്കർ ഏരിയ നമുക്ക് കൊടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ ഒരു ബട്ടനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ കുറച്ചേരം ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചാൽ മാത്രം മതി. ഹൈനോടെക് ജർമ്മനി എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആയിട്ട് നമുക്ക് ഓൺ ആവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. വാച്ച് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയൽ പാഡ് നമുക്ക് ആദ്യം കാണാം. അപ്പൊ ഇതിൽ ഡയൽ പാഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ക്രൗൺ ബട്ടൺ ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മോഡൽസിൽ വെറൈറ്റി രീതിയിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ഡയൽ പാഡ് ചേഞ്ച് ചെയ്യാം. കൂടുതൽ ഡയൽ പാഡുകൾ നമുക്ക് വേണം, ഓൺ ഫോട്ടോ ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. മെനു സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. ഇനി മെനുവിന്റെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏകദേശം 5 തരത്തിൽ നമുക്ക് ഈ ഒരു മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ താഴത്തെ ബട്ടൺ ഞാൻ പറഞ്ഞു നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ വരുന്നത് നമുക്ക് സ്പോർട്സ് മോഡാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പോർട്സ് മോഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. വാച്ചില് നമ്മൾ താഴത്തുനിന്ന് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷന്റെ ഒരു ഓപ്ഷനാണ് നമുക്ക് വരിക. അത് നമ്മൾ വാച്ച് നമ്മൾ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജ് കാര്യങ്ങൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരിക. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതിന്റെ നമ്മളെ വെതർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരിക. ഈ ഒരു ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മളെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനാണ് വരിക. മുകളിൽ നിന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൽ അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ അലാറം നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫോണുമായി നമ്മൾ ഫോണുമായി കണക്ട് ചെയ്യാനുള്ള
ബ്ലൂടൂത്തിന്റെ ഓപ്ഷൻ നമുക്ക് മുകളിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആ ഒരു QR കോഡ് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. സെറ്റിംഗ്സ് നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും. സെറ്റിംഗ് ഓപ്പൺ ചെയ്യാം. നേരെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ടൈമിംഗ് ഓഫ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫുള്ളിലാണ് കിടക്കുന്നത്. മൈനസ് ചെയ്യുന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കീ ഡെഫിനിഷൻ കിടക്കുന്നുണ്ട്. അതുപോലെ വൈബ്രേഷൻ മോഡ്, ഡോൺ ഡിസ്റ്റർബ്, ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുണ്ട്, ടൈം സെറ്റിംഗ്സ്. അതായത് നമുക്ക് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ പോയിട്ട് തന്നെ നമുക്ക് ടൈം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണക്ട് ഫോൺ, QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഫാക്ടറി ഡാറ്റ, പവർ ഓൺ ഓഫ്, അബൌട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റിംഗ്സിൽ വരുന്നത്. ഇനി ഒരു വാച്ചിലെ ടച്ച് കാര്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമുക്ക് ടച്ച് കാര്യങ്ങളെല്ലാം ഇവർ വർക്ക് ചെയ്യുന്നത്. ടച്ചിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഹൈനോടെക് ജർമ്മനി RW42 എന്ന ഈ ലിമിറ്റഡ് എഡിഷൻ മോഡലിൽ നമുക്ക് വരുത്തിയിട്ടില്ല. കാരണം ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എടുത്ത് തന്നെ പറയാം, HD IPS AMOLED LED ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു വാച്ച് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വരും. ജസ്റ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ച് നമുക്ക് ഓഫും ചെയ്യാം. അപ്പൊ എന്തായാലും ഹൈനോടെക്കിന്റെ ഒരു സ്റ്റൈലിഷ് സ്റ്റീൽ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, ഗോൾഡിന്റെ ലെവലിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും RW42 എന്നുള്ള ഈ ലിമിറ്റഡ് എഡിഷൻ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ എനിക്ക് എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.